മരണം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. തൗബ ചെയ്യാ സമയം കിട്ടണമെന്നില്ല, പൊരുത്തം ചോദിക്കാൻ സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത് ദുആ ചെയ്യാൻ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ദുആ ചെയ്യാൻ വെറുതെ പറഞ്ഞതല്ല. എന്തിനാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്? പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കാരണം പെട്ടെന്ന് മരണപ്പെട്ടാൽ തൗബ ചെയ്യാൻ കഴിയണമെന്നില്ല, കടങ്ങളെ കുറിച്ച് പറയാൻ കഴിയണമെന്നില്ല, കടപാടുകളെ കുറിച്ച് അറിയിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ എന്ന് ദുആ ചെയ്യാറ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സമയം കിട്ടുമ്പോഴൊക്കെ ഒരു മിനിറ്റ് നിങ്ങൾ ഇരുന്ന് കരയടൂ. ദുആ ചെയ്യുന്ന സമയത്ത് കരയടൂ. അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് കൊടുത്ത് കരയടൂ. ഒരു തുള്ളി കണ്ണുനീര് നിങ്ങളുടെ കണ്ണിൽ നിന്ന് താഴെ വീണാൽ ലാ യൽജുൻ നാർ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് അല്ലാഹു നിനക്ക് മോചനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി വറജുലുൻ ദക്കറല്ലാഹു ഖാലിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന രണ്ടാമത്തെ പ്രതിഫലമെന്താ? പടച്ചവരേ, ഉച്ച സമയത്ത് വിരിച്ചിരുന്ന സൂര്യനുണ്ടല്ലോ, ഭൂമിയിൽ നിന്ന് 15 ലക്ഷത്തോളം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യന്റെ ചൂട് പോലും പടച്ചവനെ ഈ സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശരീരം വിയർക്കുകയാണ്, ശരീരം വിയർക്കുകയാണ്, വല്ലാത്ത പ്രയാസം തോന്നുന്നല്ലോ. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. അള്ളാന്റെ കോടതിയെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? അള്ളാന്റെ മസ്റയെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? നിങ്ങള് ചെമ്പിന്റെ തറയാണ് മോളെ. ചെരുപ്പിടാതെ റോഡിലൂടെ പോലും 1 മണിക്ക് 2 മണിക്ക് നടക്കാൻ പറ്റുന്നില്ല. കാരണം വല്ലാത്ത ചൂടല്ലേ. പിന്നെ എങ്ങനാ പെങ്ങള്? ശരീരത്തിലൊരു നൂൽബന്ധം പോലുമില്ലല്ലോ, ഒരു വസ്ത്രവുമില്ലാതെ, ചെരുപ്പില്ലാതെ, നഗ്നരായിട്ട് നാളെ ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുകയാ. ഒരു ചാണ് മുകളില്, ഒരു ചാണ് മുകളില്, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചിറപ്പിന്റെ സൂര്യനുണ്ടല്ലോ, ഒരു ചാട് മുകളിൽ വരികയാ. ആ ദിവസത്തെ കുറിച്ച് നിനക്കെന്തേ ഓർമ്മ വരാത്തത്? പെങ്ങളെ, നീ പ്രസവിച്ചവളാണല്ലോ, പ്രസവ വേദനയ്ക്ക് മരണവേദനയാണെന്ന് പറയുന്നവളാണല്ലോ. ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല, പ്രസവത്തിന് മരണവേദനയല്ല. മരണവേദനയുടെ ഒരംശം മാത്രമാണ് പ്രസവ വേദന. എങ്കിലും ആ പ്രസവിച്ച സമയത്ത് നിലവിളിച്ചതൊക്കെ നീ മറന്നുപോയോ? ആ വേദനയെ കുറിച്ച് പറയുമ്പോ നിന്റെ കണ്ണ് നിറയുന്നുണ്ടല്ലോ. അതേ ഭയാനകമാണ്. അതാണുങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ലെന്ന് പറയുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. അന്ന് പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ്, ഒരു ഗർഭിണിയായ പെണ്ണ് നാളെ പടച്ചറപ്പിന്റെ മശറയിൽ നിന്നാ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു ഗർഭിണിയായ പെണ്ണ് നിന്നാൽ അവൾ അറിയാതെ പ്രസവിച്ചു പോകുമായിഷ. അവൾ പ്രസവ വേദന അറിയില്ല, അവൾ അറിയില്ല പെങ്ങള്. പേടിച്ച് വരച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അറിയാതെ പ്രസവിച്ചു പോകും, അറിയാതെ പ്രസവിച്ചു പോകും. നീ മരണവേദന എന്ന് പറഞ്ഞ വേദനയാ പെണ്ണറിയുകയില്ല. അല്ലാഹുവേ, നീ ആ ദിവസത്തെ കുറിച്ചൊന്ന് ഓർത്തു നോക്ക്. ഒരു പെണ്ണറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസം അല്ലാഹുവേ, ജനങ്ങളെ കിടന്ന് നിലവിളിക്കുകയാ. യാ വൈലതാ,
യാ ഖസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ മുഴുവനും നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. അല്ലാഹുവിന്റെ പരലോകത്ത് പടച്ച റബ്ബിന്റെ അർശിന്റെ താഴെയല്ലാതെ ഒരു തണലില്ലടാ ചെറുപ്പക്കാരാ. അന്നത്തെ ദിവസത്തെ കുറിച്ച് നിനക്കറിയുമോ? പടച്ച റബ്ബേ, ചൂടുള്ള നാളുണ്ട്, ഖിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വണ്ടോശ വണ്ടിയുമായി വരുന്നേ കാളാ. സീനത്തിനാ വിളിക്കുന്നതാണേളാ. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മോള. അമലൊന്നുമില്ല അങ്ങു ചെന്നാൽ കോള. പടച്ചറപ്പേ, ഭയാനകമായ ചൂടുള്ള ദിവസമാണല്ലോ. ഈ മണ്ണിൽ നിന്നെടുക്കുന്ന കല്ലുണ്ടല്ലോ, കട്ടയുണ്ടല്ലോ, പടച്ചവനെ അത് പഠിപ്പിക്കുമല്ലോ. ചൂളയിൽ കൊണ്ടുവച്ചിട്ട് പച്ചവറവ് വെട്ടിയിട്ട് കത്തിച്ചിട്ട് ആ കല്ലിങ്ങനെ ചുമപ്പിക്കുന്ന ചൂളയുണ്ടല്ലോ, അതൊന്നും ഒന്നുമല്ല വാപ്പാ. അതാ ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയെ കണ്ടിട്ടുണ്ടോ? വലിച്ചു കൊണ്ടുവരുന്ന കാള വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാണ്. ഇതുപോലെയാണ് നാളെ മനുഷ്യർ ഇവിടെ കിടന്നു വരുന്നത്. അല്ലാ, വീട്ടിലെ ചോറ് വെക്കുന്ന സമയത്ത് അരി കിടന്ന് തിളയ്ക്കുമല്ലോ, തിളച്ചും മറിയുമല്ലോ. റസൂലുള്ള പറയുകയാ, ഈ തലയ്ക്ക് ഒട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, നിന്റെ മൂളയുണ്ടല്ലോ പെണ്ണ്, ഈ തലമൂളയുണ്ടല്ലോ, ഇത് തിളച്ചിട്ടിങ്ങനെ മറിയുകയാ. തലച്ചോറ് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാ. അല്ലാ, വിയർപ്പ് താഴൂല, വിയർപ്പ് താഴൂല. അതാ മനുഷ്യൻ ചെയ്ത പാപത്തിനനുസരിച്ചവന്റെ വിയർപ്പുണ്ടല്ലോ, അവന്റെ കാലിന്റെ ഭാഗത്ത് ഇങ്ങനെ കൂടുകയാണ്. പടച്ചവനെ, മുട്ടുവര്, അരവര്, നെഞ്ചുവര്, കഴുത്തുവര് ജനങ്ങൾ വിയർപ്പിന്റെ അകത്ത് മുങ്ങിത്താടുന്ന ദിവസമാ. പെങ്ങളെ, ജനങ്ങൾ പറയുന്നത് എന്തെന്നറിയോ? ആ ദിവസത്തിന്റെ ഭയാനകത നിനക്ക് മനസ്സിലാകണമെങ്കിൽ, എടാ, ഇന്ന് നരകം പറഞ്ഞിട്ട് നിന്നെ ഭയപ്പെടുത്തുന്നല്ലോ, നരകത്തെ കുറിച്ച് ഉസ്താദന്മാര് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എങ്കിൽ നാളെ പരലോകത്ത് നിൽക്കുമ്പോ ജനങ്ങൾ പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാ, നരകത്തിലാണെങ്കിൽ നരകത്തില് നരകം തന്നാലും കുഴപ്പമില്ല, ഞങ്ങളെ നരകത്തിലിട്ടാലും കുഴപ്പമില്ല. ഇവിടെ നിൽക്കാൻ വയ്യറപ്പേ എന്ന് നിലവിളിക്കുന്ന ഒരു ദിവസമുണ്ട് മോനെ. അന്നാണ് നീ താലോലിച്ച് നടക്കുന്ന നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ മക്കള് പറയുന്നു, അല്ലാ, ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുന്നു, അല്ലാ, എന്റെ ഉമ്മാനവൊന്നും മലത്തിക്കടത്തിത്താ, എന്നെക്ക് പാല് തന്നു വളർത്തിയ എന്റെ ഉമ്മാടെ നെഞ്ചിലൊന്ന് ഞാൻ കേറി നിൽക്കട്ടെ എന്ന് നിന്റെ പൊന്നാര മക്കള് പറയുന്ന ദിവസമാ. ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. സ്വന്തം മക്കളോ, സ്വന്തം ഭാര്യയോ, സ്വന്തം കൂടപ്പിറപ്പോ, ജന്മം നൽകിയ പിതാവോ, കൊണ്ടു നടന്ന ഉമ്മയോ നിന്നെ കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസം
ഉണ്ടല്ലോ, അന്ന് അല്ലാഹുവിന്റെ അർശല്ലാതെ ആ അർശിന്റെ താഴെയാണ് തണലുള്ളത്. ആ തണലല്ലാതെ ഒരു ദിവസം, അന്നത്തെ ദിവസം മറ്റൊരു തണലില്ല. ആ തണലില്ലാത്ത ദിവസം അല്ലാഹുവിന്റെ അർശിന്റെ താഴെ അല്ലാഹു വിളിക്കുന്നു 7 വിഭാഗത്തെ. 7 വിഭാഗത്തെ വിളിക്കുകയാ, നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കൂ, ഈ തണലിന്റെ താഴെ നിൽക്കൂ. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗമാരാ, വറജുലൻ ദക്കറല്ലാഹ ഖലിയാ, കരഞ്ഞവനാടാ, കരഞ്ഞ ചെറുപ്പക്കാരാ, കരഞ്ഞ ഉപ്പാ, നിന്നെ അല്ലാഹു അർശിന്റെ താഴെ ആ തണലത്ത് റബ്ബ് നിന്നെ കൊണ്ട് നിർത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർശിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു നിനക്കൊരിടം തരും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് ചെയ്താൽ? ഒന്ന് കരഞ്ഞാൽ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3ാമത്തെ കാര്യമെന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഖത്രത്താനി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2 തുള്ളികളാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2 തുള്ളികളാ. 1ാമത്തെ തുള്ളി ഏതെന്നറിയുമോ? വഖത്രത്തു മിന തുഹറാഖു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തില് അല്ലാഹുവേ ശഹീദായവരുണ്ടല്ലോ, ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. അല്ലാഹുവേ, മുസ്ലിമിനെ മറക്കാൻ പറ്റുമോ? ചെറുപ്പക്കാരാ, ഉമൈർ തങ്ങളെ മറക്കാൻ പറ്റുമോ? ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ മറക്കാൻ പറ്റുമോ? ഓരോ സഹാബികളുടെ ചരിത്രം കേൾക്കുമ്പോൾ രോമങ്ങൾ അല്ലാഹ് എഴുന്നേറ്റ് നിൽക്കുമല്ലോ. സയ്യിദ് ശുഹദാഇ ഹംസ തന്റെ കരളം കൂമ്പമല്ല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത സ്വഹാബിയാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ലോകത്തിൽ ആദ്യമായിട്ട് ഷഹീദായ പെണ്ണല്ലേ മഹദി സുമയ്യ. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഇതുപോലെ ഒരുപാട് സഹാബി വനിതമാരുടെ ചരിത്രം നിനക്കറിയുമല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അവരൊക്കെ ഷഹീദായവരാണല്ലോ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികള്, 2 തുള്ളികൾ അല്ലാഹു വല്ലാത്ത ഇഷ്ടപ്പെട്ടതാ. അതിലെ 1ാമത്തെ തുള്ളി ഏതാ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുമ്പോ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന തുള്ളിയുണ്ടല്ലോ, വെട്ടുകൊണ്ടിട്ട് കൈകാലുകൾ മുറിച്ചു മാറ്റുമ്പോ, ശരീരത്തിന്റെ ഭാഗങ്ങളെ മുറിച്ചു മാറ്റുമ്പോ, തല വെട്ടി മാറ്റുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തമുണ്ടല്ലോ, അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടപ്പെട്ട രക്തമാ. 2ാമത്തെ രക്തമേതെന്നറിയുമോ? 2ാമത്തെ രക്തമേതെന്നറിയുമോ? ഖത്രത്തു ദുമൂഇ മിൻ ഖശിയത്തില്ലാഹ്. 2ാമത്തെ രക്തമേതാ? 1ാമത്തെ തുള്ളി അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദാകുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് താഴെ വീഴുന്ന തുള്ളി. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2 അല്ലാഹനെ ഭയന്ന് കരയുന്ന കണ്ണുനീർ. ഷഹീദിന്റെ രക്തത്തിനോടാ അല്ലാഹനെ ഓർത്ത് കരയുന്നവന്റെ കണ്ണിനെ അല്ലാഹു ചേർത്തു പറഞ്ഞത്. ഷഹീദ് ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലൊക്കെ ബദറിലൊക്കെ ഷഹീദായ സഹാബത്തിലെ
അവരുടെ ശരീരത്തിൽ നിന്ന് വീണ രക്തത്തുള്ളിയോടാണ് ഈ സദസ്സിലിരുന്ന് നീ കരയുമ്പോ വീടുന്ന തുള്ളി അള്ളാഹു ചേർത്തു പറഞ്ഞത്. അള്ളാഹുവിന് അത് വല്ലാതെ ഇഷ്ടപ്പെട്ട തുള്ളിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം ഷഹീദിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം. 70 അവരുടെ ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിൽ വീഴുമ്പോൾ തന്നെ അള്ളാഹു അവരുടെ പാവങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 7 പ്രതിഫലമാണ് ഷഹീദിന് അള്ളാഹു ഓഫർ ചെയ്യുന്നത്. ഷഹീദായ ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം ആദ്യത്തെ തുള്ളി രക്തം വീഴുമ്പോൾ തന്നെ അള്ളാഹു അവരുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ കരുതിയിരിക്കുന്നത് പൈസ കൂട്ടി കിട്ടുന്നതിനാ ബർക്കത്ത് അല്ലേ? അതിനല്ല ബർക്കത്ത്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്ത് നിലനിർത്തി തരുക എന്നതാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് നിന്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ട്, ഒരു 2 കൊല്ലം കഴിയുമ്പോൾ ആ പൈസ ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്ത് പ്രയോജനമുള്ളത്? കിട്ടുന്നത് ചെറുതാണെങ്കിലും അത് അള്ളാഹു നിലനിർത്തി തരിക, നിലനിന്ന് കിട്ടണം. എന്നും അൽഹംദുലില്ലാ കിട്ടുന്നത് 500 ആണെങ്കിലും 1000 ആണെങ്കിലും അത് എന്നും കിട്ടിയാൽ മതി. വല്ലപ്പോഴും 1000-ഉം വല്ലപ്പോഴും 250-ഉം കിട്ടിയിട്ട് കാര്യമില്ല. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് അത് മരിക്കുന്ന കാലം വരെ നിലനിന്ന് കിട്ടണം. ചരിത്രത്തിൽ കാണാം, ഒരു സഹാബി ദുആ ചെയ്യുകയാ, അള്ളാഹുവേ പടച്ചവനെ നീ എനിക്ക് ഭക്ഷണത്തിൽ ബർക്കത്ത് തരണേ അല്ലാ. ഒരാളിങ്ങനെ ദുആ ചെയ്യുന്നത് കേട്ടപ്പോ നീ എന്തിനാ ഭക്ഷണം ചോദിച്ചാ പോരെ, എന്തിനാ ബർക്കത്ത് കിട്ടാൻ ദുആ ചെയ്യണേ? ഇവിടെ ചരിത്രത്തിൽ കാണാൻ ഒരു മഹാൻ ഇങ്ങനെ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ നീ എനിക്ക് ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അപ്പൊ കേൾക്കണ ആളി ചോദിക്കണ, ചങ്ങാതി ഭക്ഷണം ചോദിച്ചാ പോരെ, എന്തിനാ ബർക്കത്ത് ചോദിക്കണേ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി, വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭക്ഷണം എന്ന് പറയുന്നത് അല്ലാഹ് എല്ലാവർക്കും കൊടുക്കും. ഭക്ഷണം എന്ന് പറയുന്നത് കള്ളുകുടിയനും കൊടുക്കും, പെണ്ണുപിടിക്കനും കൊടുക്കും, കൊല ചെയ്യുന്നവനും കൊടുക്കും, നിസ്കരിക്കാത്തവനും കൊടുക്കും, എത്ര വലിയ ദുൽമ ചെയ്യുന്നവനും അള്ളാഹു ഭക്ഷണം കൊടുക്കും. കാരണം അത് അള്ളാഹ് അങ്ങനെ വാകേറിയ റബ്ബിനറിയാം ഭക്ഷണം നൽകാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലേ? ഏത് വൃത്തികെട്ടവൻ അള്ളാഹ്. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്. ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാതെ കഴിക്കാറില്ല. എല്ലാം വല്ലാതെ ഭക്ഷണം കൊടുക്കുന്ന നബിയാ. ഒരിക്കലും മനുഷ്യനെ വിളിച്ചുകൊണ്ട് വന്നു, കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. തിന്നാൻ സമയമായപ്പോ പറഞ്ഞു ബിസ്മില്ല പറയാൻ. ഓൻ ചോദിക്കുക ബിസ്മില്ലേ എന്താന്ന്? നമ്മളിപ്പോ ചോദിക്കത്തില്ലേ ഹലാലോ അതെന്താന്ന് ചോദിക്കണ പോലെ, ഹലാലോ അതെന്താന്ന് ചോദിക്കത്തില്ലേ? ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിക്കത്തില്ല ഇറച്ചിയൊക്കെ. അപ്പൊ ഹലാലോ അവൻ ആദ്യമായിട്ട് കേൾക്കുക. അതൊക്കെ വെടികൊണ്ടതുപോലെ ഇരിക്കണത്. അള്ളാഹു ഹലാല് കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു കൊടുക്കണം എന്താ ഹലാൽ എന്ന് അറിയാഞ്ഞിട്ടാ ഇപ്പൊ ചങ്ങായിമാർക്ക്. ഞാൻ പറയുന്നു, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഒരു കോഴി അറുക്കുമ്പോൾ എന്ത് പറഞ്ഞിട്ട് വേണം അറുക്കാൻ? എന്ത് പറഞ്ഞിട്ട് വേണം അറുക്കാൻ? അപ്പൊ കോഴി വാങ്ങാൻ വന്ന് നിൽക്കുന്നത് അബൂബക്കർ. അപ്പൊ അബൂബക്കറിന് കൊടുക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടാമത് വന്ന് നിൽക്കുന്നത് വാസുവ. അപ്പോഴും ബിസ്മി പറയണോ? പറയണോ? അത് വെടിയുണ്ടതുപോലെ ഇരിക്കണം, പറയണോ? വാസു അല്ലേ വാങ്ങാൻ വന്നത്, ഒരു ബിസ്മി വല്ലതും ഉണ്ടോ? പറയണോ വേണ്ടേ? പറയണം. നീ ഏത് മൃഗത്തിനെ അറുത്താലും നീ ആർക്ക് കൊടുത്താലും നീ ബിസ്മി പറഞ്ഞിട്ടേ അറുക്കാൻ പാടുള്ളൂ. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അത് മുസ്ലിമിന് മാത്രമല്ല, ലോകത്ത് നീ ആർക്ക് കൊടുത്താലും എന്ത് ചെയ്തിട്ട് അറക്കാൻ പാടുള്ളൂ? ബിസ്മി പറഞ്ഞിട്ട് അറക്കാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ നിയമമാണ്. പക്ഷെ നമ്മളിൽ പലരും അത് പാലിക്കാറില്ല. കാരണം ഇപ്പൊ കടയിൽ നിൽക്കുന്നത് ബംഗാളിയാ. അല്ലാഹു തരുമാറാകട്ടെ. അത് പോട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ എന്താ പറഞ്ഞത്? ബർക്കത്ത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബിസ്മി പറഞ്ഞ പറയാൻ പറ്റും. ഓനിങ്ങനെ ഇരിക്കുക. അപ്പൊ ചോദിച്ചു, നിനക്ക് ബിസ്മി അറിയത്തില്ല? എനിക്കറിയത്തില്ല. എന്താ? നീ മുസ്ലിം അല്ലേ? ഞാൻ മുസ്ലിം അല്ല. അപ്പൊ പറഞ്ഞു, ചങ്ങാതി എഴുന്നേക്ക്, നിനക്ക് ഫുഡില്ല, നിനക്ക് ഭക്ഷണമില്ല, എഴുന്നേക്ക്. എഴുന്നേറ്റ് പറഞ്ഞു വിടാൻ പോകുമ്പോ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നു, മൂസ, ഇബ്രാഹിം നബിയെ 40 കൊല്ലമായിട്ട് അവൻ അല്ല കൊടുക്കുന്നുണ്ട് ഭക്ഷണം. അള്ളാഹെ ആരാധിക്കുന്നവനല്ല, അള്ളാഹെ കൊണ്ട് വിശ്വസിക്കുന്നവനല്ല, എന്നിട്ട് 40 കൊല്ലമായിട്ട് അല്ല കൊടുക്കണം. നിങ്ങൾക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മഹാൻ പറഞ്ഞു കൊടുക്കുന്നു, ഭക്ഷണം അല്ല എല്ലാവർക്കും കൊടുക്കും. നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും നന്ദി കെട്ടവനും നന്ദിയുള്ളവനും എല്ലാവർക്കും അല്ല കൊടുക്കും.
പക്ഷെ ബർക്കത്ത് അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കത്തുള്ളൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബർക്കത്ത് എന്ന് പറയുന്നത് അല്ലാഹ് എല്ലാവർക്കും കൊടുക്കൂല. അതാ നിങ്ങളുടെ നാട്ടിലെ ചിലരൊക്കെ രക്ഷപ്പെട്ടു പോയത്, ചിലർ എത്തിങ്ങാനിലോ ആയത്. അല്ലാഹ് ആക്കുമാറാകട്ടെ. അതാണ് അല്ലാഹു ചിലർക്ക് കൊടുക്കും. ബർക്കത്ത് എന്ന് പറയുന്നത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കാ കൊടുക്കുന്നത്. അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞത് നീ ദുആ ചെയ്യ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ്. അതുകൊണ്ടാ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയുന്നത്. അത് ചോദിച്ചു വാങ്ങുക തന്നെ വേണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് ഭാഗ്യം തരുമാറാകട്ടെ. 2 ബർക്കത്ത് എന്ന് പറഞ്ഞാൽ 2 അതുകൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടാകണം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ സമ്പത്താകട്ടെ, നിന്റെ ഭക്ഷണമാകട്ടെ, നിന്റെ ജോലിയാകട്ടെ, അള്ളാഹു നിനക്ക് തന്നത് കൊണ്ട് നിനക്ക് ഉപകാരമുണ്ടാകണം. നിങ്ങളുടെ നാട്ടിൽ എത്രയോ കോടീശ്വരന്മാരുണ്ട്, ലക്ഷങ്ങൾ പൈസ ഉള്ളവരുണ്ട്. പക്ഷെ ആ പൈസ എന്ത് നല്ല കാര്യങ്ങൾക്ക് കൊടുക്കത്തില്ല. ഗാനമേള, ഫുട്ബോള്, ക്രിക്കറ്റ്, വോളിബോൾ ഇങ്ങനെയുള്ളതിനൊക്കെ കൊടുക്കും. ഇതുകൊണ്ട് ആഖിറത്തിൽ എന്തെങ്കിലും കിട്ടുമോ? കിട്ടൂല. ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്ക് കൊടുക്കുന്നു. ഇപ്പൊ ഒരു മനുഷ്യൻ തന്റെ പിതാവിന് വേണ്ടി പടച്ചവനെ ഒരു കിണർ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി രോഗികൾക്ക് പൈസ കൊടുക്കുന്നു. ഈ പൈസ കൊണ്ട് ഉപകാരമുണ്ട്, ഈ പൈസ കൊണ്ട് പ്രയോജനമുണ്ട്. നാളല്ലാതെ പരലോകത്ത് നിനക്ക് പ്രതിഫലമുണ്ട്, ഖബറിന്റെ അകത്തുണ്ട്, നിന്റെ ദുനിയാവിലെ ജീവിതത്തിലും പ്രയോജനമുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ 1 അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ നിഅമത്തുകൾ നിലനിർത്തി തരുക, 2 ദുനിയാവിലും ആഖിറത്തിലും അതുകൊണ്ട് പ്രയോജനമുണ്ടാവുക. ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. ഇത് കിട്ടാൻ വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹ് ബർക്കത്ത് നൽകുമാറാകട്ടെ. അപ്പൊ വേണോന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. ഇൻഷാ അല്ലാഹ് ആ പൊക്കിയ കൈ നേരെ ഒന്ന് പോക്കറ്റിനകത്തിട്ടെ. നീ വിചാരിച്ച ഓസിന് കിട്ടുമെന്ന്, കടയിൽ കിട്ടുമെന്ന്? ഇല്ല. ബർക്കത്ത് എന്ന് പറഞ്ഞ ഓസിന് കിട്ടുന്ന സാധനമല്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവന് ബർക്കത്തുണ്ടോ? ഇല്ല. നിന്റെ പോക്കറ്റിന്റെ അകത്ത് കൈയിട്ടിട്ട് നീ ഒരു നല്ല സദഖ എടുക്ക്. അല്ലാഹുവേ, നീ എനിക്ക് നൽകിയതിൽ മുഴുവനും ബർക്കത്ത് തരണം. എന്റെ കയ്യിൽ നീ തന്നതിൽ ഒരു പങ്ക് ഞാൻ രോഗികൾക്ക് കൊടുക്കുകയാ. അല്ലാഹ്, നീ എനിക്ക് തന്ന സമ്പത്തിൽ നിന്ന് ഒരൽപ്പം പടച്ചവനെ ഞാൻ രോഗികൾക്ക് വേണ്ടി കൊടുക്കുകയാ. അല്ലാഹ്, നീ എനിക്കിത് കൂട്ടിത്തരണം, എനിക്ക് നീ സ്ഥിരപ്പെടുത്തി തരണം. ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് ഇവിടെ ചങ്ങാതി, എന്നെ മറക്കല്ലേ. ബിസ്മില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്. നീ ഇവിടെ നില്ല, ഇവിടെ നിൽക്ക്. എല്ലാരും ഒന്ന് മുകളിലേക്ക് നോക്കിക്കേ, ആകാശത്തേക്ക് നോക്ക്. ആരെങ്കിലും കാണുന്നുണ്ടോ? ഒന്നുമില്ലല്ലേ. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. രാവിലെ വന്നതാ. ഈ ചങ്ങാതി ബക്കറ്റ് വായിട്ട് നിന്റെ മുന്നിൽ വരുമ്പോ നീ എന്തെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം. നോക്കരുത് കേട്ടാ. എന്താ എടുക്കണേന്ന് നോക്കണ്ട. ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല, നോക്കണ്ട. ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം. ബക്കറ്റ് ഇടണം, തിരിച്ചു വാരരുത്. നമ്മൾ പലർക്കുള്ളൊരു ദുശീലം, ഇട്ടതിനകത്ത് നിന്ന് 100 ഇട്ടിട്ട് 90 വാരും. അത് വേണ്ട. ഇട്ടതിട്ട് തന്നെ അള്ളാഹ്ക്ക് കൊടുത്തത് തന്നെ. ഇവന് വാരാനും നിൽക്കണ്ട. നിന്റെ കയ്യിൽ എന്ത് കിട്ടുന്നോ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നോക്കണ്ട. കാരണം നോക്കിക്കഴിഞ്ഞാൽ പടച്ചവന് 100ന്റെ നോട്ടോ ഇങ്ങനെ നോക്കും, 10 ഉണ്ടോ? അത് വേണ്ട. കൈയിടണം, കിട്ടുന്നത് എടുക്കണം. കൂടുതലാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും നീയും അറിയണ്ട, അള്ളാഹ് അറിഞ്ഞാൽ മതി. അതിനകത്തിട്ടാൽ തലയുടെ മുകളിൽ നിൽക്കണം. മലക്ക് പറയും, അള്ളാഹ് സിറാജുള്ളത് ഈ പങ്ക് കൊടുത്ത് റബ്ബേ നീ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. ആരാ ദുആ ചെയ്യണേ? ജനിച്ച കാലം മുതൽ മരിക്കണ കാലം വരെ അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണ മലക്ക്. ഇനി സിറാജ് കയ്യും കെട്ടി നിൽക്കുക. ബക്കറ്റും കൊണ്ടുവരുമ്പോ ഓന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരി അത്ര തന്നെ ഉള്ളൂ. ചിലർ ഉറക്കം നടിക്കും, ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, കുനിഞ്ഞിരിക്കുക. അപ്പൊ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ നീ കൊടുത്തതിൽ നിന്നൊരൽപ്പം പോലും ഇവൻ കൊടുക്കുന്നില്ല, ഇവൻ പിടിച്ചു വെച്ചു. നീയും അങ്ങ് പിടിച്ചു വെക്കണേ അല്ലാഹ്. അല്ലാഹ് പിടിച്ചു വെച്ചാൽ നിന്റെ കാര്യത്തിൽ തീരുമാനമാകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പം മലക്കിന്റെ ദുആ വേണോ, അനുകൂലമാക്കണോ, എതിരാക്കണോ, നിങ്ങൾ തീരുമാനിക്കും. നിങ്ങളെ പോണ ബക്കറ്റും കൊണ്ട് നിങ്ങളുടെ പേരെന്താ? ഇവിടെ നിൽക്ക്. അബൂക്ക. മോളെ കെട്ടിക്കാനല്ല, വീട് വെക്കാനല്ല, ഇത് പാപങ്ങൾക്ക് വേണ്ടിയാ. സമാധാനത്തിൽ എല്ലാവരുടെ മുന്നിൽ നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി. ഇൻഷാ അല്ലാഹ് ഇതായിരിക്കും നിങ്ങൾക്ക് അല്ലാഹ് സ്വർഗം തരാനുള്ള കാരണം. പൊക്കോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നോ, കരുണക്കടലായ അല്ലാഹ് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുവേ ഇവരുടെ പ്രയാസങ്ങളെ തട്ടിമാറ്റണേ അല്ലാഹ്. എല്ലാ ശർറുകളും നീ മാറ്റണേ അല്ലാഹ്.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത് പടച്ച റബ്ബ് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ? ശുഹദാഇന്റെ രക്തത്തിനോട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളിയാണ് നിന്റെ കണ്ണിൽ നിന്ന് വിഴുകുന്നത്. അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ഷഹീദിന്റെ കൂലിയാ, ഷഹീദിന്റെ കൂലിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്ന പൊന്നുമോട്, ഏതെങ്കിലും ഒരു സമയം കിട്ടുമ്പോ എവിടെയെങ്കിലും ഇരുന്നിട്ട് നിനക്കൊന്ന് കരയാൻ കഴിയണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ, അവിടുത്തെ സ്വഹാബികൾ ജനാസ കുളിപ്പിക്കുമ്പോ ശരീരത്ത് വലിയ വലിയ പാടുകൾ കാണുകയാ. ശരീരത്ത് വലിയ വലിയ അടയാളങ്ങൾ, ചാട്ടമാറുകൊണ്ട് തല്ലിയ പാട് കാണുകയാണ്. അവിടുന്ന് സ്വഹാബത്തിന് വല്ലാത്ത പ്രയാസമായി. മഹാനായ ഉമർ നിങ്ങളുടെ ശരീരത്ത് അവിടെ നിങ്ങൾ അടയാളം കാണുമ്പോ അതാ കഫം പൊതിയുന്നവരൊക്കെ കാണുകയാണ്. പടച്ചറപ്പേ, അവിടുത്തെ കുടുംബത്തോട് ചെന്ന് ചോദിക്കുമ്പോ അടയാളം ഏതെന്നറിയുമോ? പാതിരാത്രി ആയി കഴിഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല റൂമിന്റെ അകത്ത് കയറുകയാണ്. ചാട്ടപാട് കൈകൊണ്ട് വെക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, എന്ന് നീ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തല്ലോ, ഒരു തെറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചാട്ടപാട് കൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് തല്ലുമായിരുന്നു. ഹസിബൂ ഖബല അൻ തുഹാസബൂ, വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് വിചാരണ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ജീവിതത്തിൽ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് ഏകാധിപതിയായ നീതിമാനായ റബ്ബ് എന്നെയും നിങ്ങളെയും പിടിച്ചു നിർത്തിയിട്ട് ഓരോന്നും എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇത് കഥയല്ല, തമാശയല്ല, ഇത് കെട്ടുകഥകളല്ലല്ലോ. അങ്ങനെ ഒരു ദിവസമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ ഞാനും നിങ്ങളും. എല്ലാവരും അങ്ങനെ ഒരു ദിവസത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ പിടിച്ചു നിർത്തിയിട്ട് റബ്ബ് ചോദിക്കുമെന്നുള്ള ബോധമുണ്ടല്ലോ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ജീവിതത്തിലെ മാറ്റം കണ്ടെത്ത് അല്ലാഹുവിന്റെ മുന്നിൽ ഇവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചെന്ന് പറ, വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറ, പലിശ തിന്നിട്ടുണ്ടെങ്കിൽ തിന്നെന്ന് പറ, പടച്ചവനെ നിസ്കാരം മുടക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയൂ, അല്ലാഹുവേ ഞാൻ ചെയ്തു പോയി, നീ എനിക്ക് പുറത്തു തരണേ തമ്പുരാന്, നീ എനിക്ക് പുറത്തു തരണേ തമ്പുരാന്, നീ അല്ലാതെ എനിക്കാരുമില്ല തമ്പുരാന്, നീ എന്റെ റബ്ബാണ് തമ്പുരാന്, ഞാൻ നിന്റെ അടിമയാണ് തമ്പുരാന്. ചെയ്തു പോയത് മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുന്നതല്ലാതെ വല്ലാത്ത ഇഷ്ടമാ. വെറുതെ പറഞ്ഞാ പോരാ, പൊറുക്കല്ല പാപമോ ചെയ്ത് വെറുക്കാതെ പൊറുക്കുന്നവന്നാരുണ്ട് നീ അല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ ബലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ട് ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. പടച്ചവനോട് പറയണം, പറ്റിപ്പോയതാ തമ്പുരാന്, ഇബ്ലീസ് ചതിച്ചതാ അല്ലാഹ്, സാഹചര്യം തെറ്റിലെത്തിച്ചതാ അല്ലാഹ്, ധിക്കാരമായിരുന്നില്ല അല്ലാഹ്, പറ്റിപ്പോയി തമ്പുരാന്, നീ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. പടച്ചവനോട് പറയാൻ കഴിയണം, അല്ലാഹുവിന്റെ മുന്നിലേക്ക് പറയാൻ കഴിയണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളിൽ ഒരു തുള്ളി ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, കത്റത്തു ദുമൂഇ മിൻ ഖസിയത്തില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് ഓർത്തിട്ട്, അല്ലാഹുവിനെ കുറിച്ച് ഭയന്നിട്ട്, മരണത്തെ കുറിച്ച് ഓർത്തിട്ട്, നാളത്തെ പരലോകത്തെ കുറിച്ച് ഓർത്തിട്ട്, അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്ന രംഗത്തെ കുറിച്ച് ചിന്തിച്ചിട്ട്, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ആരെങ്കിലും കരഞ്ഞാ
ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്ന് താഴെ വീണ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ 5 വിഭാഗത്തിൽ 3 വിഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم أنزله المكاد المقرب عندك يوم القيامة. اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة. അർഹമ റഹീമായ ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ റഹ്മാനെ. നീ ഗഫൂറാണല്ലോ അല്ലാ, നീ റഹീമാണല്ലോ അല്ലാ, നീ കരുണക്കടലാണല്ലോ അല്ലാ. പാപം പുറത്തവരായ രീതിയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താണ് തമ്പുരാനെ. അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ അല്ലാ. രോഗം തരുന്നവൻ നീയല്ലേ റബ്ബേ, മരുന്നിന്റെ കയ്യിലല്ലേ അല്ലാ. ശിഫ നൽകണേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ല അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. എല്ലാരും ഞങ്ങളും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ റബ്ബേ, ഞങ്ങൾ എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. നല്ല മരണം തരണേ അല്ലാ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് മോശമാക്കല്ലേ അല്ലാ, ഞങ്ങളുടെ ആഖിബത്ത് മോശമാക്കല്ലേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദന്മാരെ അൽ ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. ഈ പ്രായമുള്ളവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നല്ല മരണവും കൊടുക്കണേ അല്ലാ. ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, നല്ല ജീവിതം കൊടുക്കണേ അല്ലാ, നല്ല ഭാവി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ല റബ്ബേ. ഒരുപാട് വേദന സഹിച്ചവരായി ഇനിയും നീ വേദനിപ്പിക്കല്ല റബ്ബേ. അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ. ആ പകലുകൾ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, നീ വെറുതെ ആക്കല്ല റഹ്മാനെ. സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ അല്ലാ, മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ. ലൈവായി വാഴി കേൾക്കുന്നവരുടെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. അവരുടെ ജീവിത പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. പടച്ചവനെ, പ്രത്യേകിച്ച് പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്തിലാ അല്ലാ. അവരെ നീ കഷ്ടപ്പെടുത്തല്ലേ റബ്ബേ. സ്ഥിരത നൽകണേ റബ്ബേ, സമാധാനം നൽകണേ റബ്ബേ. അല്ലാഹുവേ, വെങ്ങാടുള്ള എന്റെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ പടച്ചവനെ. ഷഫീഖിന്റെ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ. പടച്ചവനെ, എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദുൽ കൗസർ കൊടുപ്പിക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഈ നിന്നവരെ മുഴുവനും നീ അറഫയിലെത്തിക്കണേ അല്ലാ. പടച്ചവനെ, നീ എന്തൊക്കെ നല്ലത് നൽകിയോ അത് മുഴുവനും മരിക്കുവോളം നിലനിർത്തി തരണേ തമ്പുരാനെ. നീ അതിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പടച്ചവനെ, 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ.
അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ റഹ്മാനെ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ, ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ചോദിച്ചപ്പോൾ ബെഡ് വാങ്ങി തന്നവർ, വീൽ ചെയർ വാങ്ങി തന്നവർ, ഒരാളെയും നീ മറക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നരകം പേടിയാ അല്ലാ, മരണം ഞങ്ങൾക്ക് പേടിയാ അല്ലാ, ഖബർ ഞങ്ങൾക്ക് പേടിയാ അല്ലാ, മഹ്ശറ ഞങ്ങൾക്ക് പേടിയാ അല്ലാ. ഈ പാപം ചെയ്തവരെ പോലെ നിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് പേടിയാ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ, ഞങ്ങളെ നരകത്തിലിട്ട് കരിക്കല്ലേ അല്ലാ. നിന്നെ ഭയന്നുകൊണ്ട് കരഞ്ഞ നരകം തൊടില്ലെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ കണ്ണീരിന് പകരം നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. പടച്ചവനെ, എന്റെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ലാ. ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ തമ്പുരാന്. എന്റെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നീ പരിപൂർണമായി ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല റബ്ബേ. ഈ രാത്രി വെറുതെ ആക്കല്ല അല്ലാ, നന്മയുടെ ത്രാസിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഇതവസാന ദുആക്കല്ലേ അല്ലാ, ഇതവസാന രാത്രിയാക്കല്ലേ അല്ലാ, ഇതവസാന മജ്‌ലിസാക്കല്ലേ അല്ലാ. ഈ സ്ഥലം കൊടുത്തവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ചായ കൊടുത്തവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇന്ന് രാത്രി ഇവിടെ നിന്ന് പിരിഞ്ഞു നാളെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ അല്ലാ, തൗബയാക്കണേ നാഥാ. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.